Solutions presents Shahrul Ramadan in association with Sulphur Chemicals, brought to you by Naseem Al Rabi Medical Center, Doha, Qatar, Rawabi Group of Companies, Doha, Argan Global, Al Zaman Exchange, Elite Express Cargo, Ecofresh Hygiene, Focus Medical Center, Sulphur Cleaning and Hospitality, Doha. Best compliments from GulfMalayali.com, GShopee.com, QWebTV.com, Malayalam Today Magazine. Malayalam Today Magazine ഇപ്പോൾ ഖത്തറിലും ലഭിക്കുന്നു. ഷെറു റംദാന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സഫർ, നോമ്പ് കഴിഞ്ഞ് പെരുന്നാൾ ആവാറായി അല്ലേ? ഈ പെരുന്നാൾ ദിവസം എല്ലാ വിശ്വാസികൾക്കും, എല്ലാ മുസ്ലിങ്ങൾക്കും ഒരു ആചാരമുണ്ട്. അവരെല്ലാവരും ഫിത്ർ സക്കാത്ത് എന്ന് പറയുന്ന ഒരു കർമ്മം ചെയ്യുന്നത് വളരെ നിർബന്ധമാണ്. കാരണം അന്നത്തെ ദിവസം ഒരാളും പട്ടിണി കിടക്കരുത്. കാരണം ഈ റമദാനിന് എല്ലാവരും നോമ്പ് നോറ്റ് പട്ടിണി കിടന്നിട്ടാണ്. പക്ഷേ ഈ പെരുന്നാൾ ദിവസം ഒരാളും പട്ടിണി കിടക്കാൻ പാടില്ല എന്ന് ഇസ്ലാമിൽ വളരെ നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സഫാൻ തങ്ങളാണ് ഇന്ന് ഇതേക്കുറിച്ച് സംസാരിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരിശുദ്ധ റമദാൻ മാസത്തിൻ്റെ അവസാനത്തെ 10 ആണ് നാം നിലകൊള്ളുന്നത്. അള്ളാഹു മനുഷ്യവംശത്തിന് ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊരിയുകയും ആ അനുഗ്രഹങ്ങളിൽ അള്ളാഹു പരീക്ഷണ വിധേയമാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു തൻ്റെ അടിമകൾ മുഴുവൻ പട്ടിണി കിടന്ന് കാണണമെന്നൊരാഗ്രഹത്തോടെ കൂടി ഉണ്ടാക്കിയ സംവിധാനമല്ല നോമ്പ്. നോമ്പ് അവൻ്റെ ശാരീരികമായ മാനസികമായ എല്ലാ തലങ്ങളെയും ശുദ്ധീകരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സംവിധാനമാണ്. അതോടൊപ്പം സാമ്പത്തിക രംഗത്തുള്ള സംവിധാനം ശുദ്ധീകരിക്കാനുണ്ടാക്കിയ സംവിധാനമാണ് സക്കാത്ത്. സക്കാത്തും സദഖയും ഒക്കെ സാമ്പത്തിക രംഗത്ത് മനുഷ്യൻ കൈകൊള്ളുന്ന ചില സംവിധാനങ്ങളിൽ അത് ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ സംവിധാനമാണ്. പെരുന്നാൾക്ക് പരിശുദ്ധ ഇസ്ലാം കൽപ്പിക്കപ്പെടുന്ന ഏറ്റവും വലിയൊരു ആഘോഷമാണ് 2 പെരുന്നാളുകളും. ഈ ആഘോഷങ്ങളെല്ലാം തീർത്തും അള്ളാഹുവിന് വിധിവിലക്കുകൾക്ക് വിധേയമായിട്ടാവണം. ഒരാഘോഷവും അള്ളാഹുവിൻ്റെ സംവിധാനത്തിനും വിധിവിലക്കുകൾക്കും അപ്പുറത്ത് ഇല്ല തന്നെ. അത് നമ്മുടെ അനിയന്ത്രിതമായ പേക്കൂത്തുകൾക്കോ അനിയന്ത്രിതമായ മറ്റു പ്രവൃത്തികൾക്കോ ഉള്ള അംഗീകാരമല്ല. ആ പെരുന്നാൾക്ക് പോലും, ഇബാദത്തായ പെരുന്നാൾക്ക് പോലും പ്രത്യേക സംവിധാനമാണ് ഫിത്ർ സക്കാത്ത് എന്നുള്ളത്. ഫിത്ർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. ഏതൊരാൾക്കും തൻ്റെ ഭാര്യ, മക്കൾ എന്ന് ചെലവിന് കൊടുക്കാൻ ബാധ്യസ്ഥപ്പെട്ട മറ്റുള്ളവർക്കും ഫിത്ർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത് ഷവ്വാൽ മാസപ്പിറവി തുടങ്ങിയേരം മുതൽ ആണ് കൊടുക്കേണ്ടത്. പെരുന്നാൾ നിസ്കാരം വരെ സുന്നത്താണ്. അതിനുശേഷം കറാഹത്താണ് പെരുന്നാൾ നിസ്കാരം. ആ ദിവസത്തെ പിന്തിക്കൽ ഹറാമാണെന്ന് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം 2.5 കിലോ ആണ് ഏകദേശം ഭക്ഷ്യസാധനമാണ് കൊടുക്കേണ്ടത്. ഫിത്ർ സക്കാത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് അവരങ്ങോട്ട് എത്തിക്കുകയാണ് വേണ്ടത്. സക്കാത്തിൻ്റെ കാര്യത്തിലും ഇവർ വന്ന് ഇപ്പോഴത്തെ സംവിധാനം പോലെ വന്ന് വാങ്ങിച്ച് ക്യൂ നിന്ന് വാങ്ങിക്കുന്ന ഒരു സംവിധാനവും അതുപോലെ രാത്രി ഇറങ്ങി സ്ത്രീകളൊക്കെ ഇറങ്ങി വന്ന് വാങ്ങിക്കുന്ന സംവിധാനവും നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്. ഫിത്ർ സക്കാത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തൻ്റെ അയൽവാസി അവകാശിയാണ്. പക്ഷേ അയൽവാസി അമുസ്ലിം ആണെങ്കിൽ അവർക്ക് ഫിത്ർ സക്കാത്തിൻ്റെ വിഹിതത്തിൽ കൊടുക്കാൻ കഴിയില്ല. അവർക്ക് വേറെ വാങ്ങിച്ച് കൊടുക്കൽ അയാൾക്ക് ബാധ്യസ്ഥരാണ്. അയൽവാസി എന്ന നിലയിൽ കൊടുക്കൽ അയാൾക്ക് ബാധ്യസ്ഥനാണ്. അതോടൊപ്പം പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം നമ്മുടെ എല്ലാ ബന്ധുമിത്രാദികളും വീടുകളിലും കയറി ഇറങ്ങുകയും നമ്മുടെ ബന്ധങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യണം. അത് പൂർണ്ണമായും റമദാൻ മാസത്തിൽ താൻ കൈവരിച്ച എല്ലാ പ്രവൃത്തികളും, എല്ലാ സൽപ്രവൃത്തികളും തുടർന്നു കൊണ്ട് രൂപത്തിലായിരിക്കണം പിന്നീടുള്ള നമ്മുടെ ജീവിതം. ഒരിക്കൽ പോലും നമ്മുടെ പരിധി ലംഘിക്കുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതത്തിന് ഉണ്ടാവാൻ പാടില്ല. പ്രത്യേകിച്ച് ഇന്ന് ഒരുപാട് രോഗങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഈ രോഗങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം തന്നെ അള്ളാഹുവായിട്ടുള്ള നമ്മുടെ ബന്ധത്തിന് വിഘാതമാവുന്ന രൂപത്തിലാണ് ഇന്ന് പല പ്രവൃത്തികളും ഉള്ളത്. ഫിത്ർ സക്കാത്ത് കൊടുക്കാതെ, നിസ്കരിക്കാതെ, നോമ്പെടുക്കാതെ, നമ്മുടെ കർമ്മങ്ങളൊന്നും അള്ളാഹുവായിട്ടുള്ള ഹക്കിടപാടൊന്നും ചെയ്യാതെ തന്നെ മനുഷ്യൻ ജീവിക്കുമ്പോഴാണ് പല രോഗങ്ങളും പല പ്രശ്നങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. തീർത്തും ഇത്തരത്തിൽ നിന്ന് മാറി നിന്ന് മാതാപിതാക്കളോട് നല്ല ബന്ധം വെച്ച്, അതുപോലെ കുടുംബബന്ധത്തോട് നല്ലൊരു ബന്ധം വെച്ച് നല്ലൊരു ജീവിതം കാഴ്ചവെക്കാൻ കഴിഞ്ഞാൽ മാത്രമേ മരിക്കുമ്പോൾ സന്തോഷത്തോടു കൂടെയും അതുപോലെ അള്ളാഹുവിൻ്റെ തൃപ്തിക്കും പൊരുത്തത്തിനുമായിട്ട് മരിക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. അള്ളാഹു അതിന് അനുഗ്രഹിക്കട്ടെ. നമ്മയൊക്കെയും അള്ളാഹു എൻ്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ആമീൻ.
celebration. Sale up to 50% off on garments. Hurry! Incredible sale. Offer valid 9th August. Mars, the Royal Department Store, Shafi Road, New Rayan. Grand Hypermarket Khartiyat. Al Rawabi Food Center, Al Rayan and Al Wakra. A part of Al Rawabi Group of Companies, Doha, Qatar. Sulphur Chemicals WLL, Doha, Qatar. Sulphur Chemical WLL, your chemical logistic partner, Doha, Qatar. Telephone 4466 4187. Dubai office. Sulphur International General Trading LLC, Dera, Dubai. ആരോഗ്യകാര്യം വരുമ്പോൾ നമുക്ക് ഏറ്റവും നല്ലത് തന്നെ വേണം. നല്ല ഡോക്ടർ, മെഡിക്കൽ സെന്റർ, നല്ല മെഡിസിൻ. ആതുര സേവനത്തിൽ വർഷങ്ങളായി അറബ് ലോകത്തിന്റെ വിശ്വാസം പിടിച്ചുപറ്റിയ ഖത്തറിലെ നസീം അൽ റബീഹ് മെഡിക്കൽ സെന്റർ നിങ്ങൾക്കായി തുറന്നു പ്രവർത്തിക്കുന്നു. നസീം അൽ റബീഹ് മെഡിക്കൽ സെന്റർ, ബിർള സ്കൂളിന് എതിർവശം, ദോഹ, ഖത്തർ. Argan Global, the next generation technology products and services that continue to innovate and deliver. Argan Global, the presence of prosperity, helping you reach further. Technology matters. Focus Medical Center, highly facilitated medical center in Doha. General medicine, gynecology, pediatrics, orthopedics, ENT, physiotherapy തുടങ്ങി വിവിധ വിഭാഗങ്ങളിലായി വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം. We focus on your better health. Focus Medical Center, Doha, Qatar. സഫർ, പെരുന്നാൾ അങ്ങ് എത്തിക്കഴിഞ്ഞല്ലോ. പെരുന്നാൾ വസ്ത്രങ്ങൾ എടുക്കാത്തവർക്ക് വേണ്ടി ഒരു സെഗ്മെന്റ് ആയാലോ? ഓക്കെ, നമുക്ക് കാണാം. ഷെറു റംദാൻ ഫാഷൻ സെഗ്മെന്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഇന്നും നിൽക്കുന്നത് മാസ് ഷോപ്പിംഗ് സെന്ററിലാണ്. ഞാനിപ്പോൾ സെക്കൻഡ് ഫ്ലോറിലാണ് ഉള്ളത്. ഇത് കംപ്ലീറ്റ് ജെൻസ് ഗാലറിയാണ്. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കാം ഇവിടെ എന്തൊക്കെയാണ് ഓഫേഴ്സ് ഉള്ളതെന്ന്. അസീസ്, ഇവിടെ ജെൻസ് ഗാലറിയിൽ പെരുന്നാൾ പ്രമാണിച്ച് എന്തൊക്കെയാണ് ഓഫേഴ്സ്? നമ്മളെ പെരുന്നാൾ പ്രമാണിച്ച് നമുക്കിപ്പോൾ ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നത് 20-50 ഓഫേഴ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സെയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോ പ്രൈസ് ആൻഡ് ഹൈ ക്വാളിറ്റിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കൂടുതലായിട്ട്. പിന്നെ നമ്മളെ ഇന്നോസ് ബ്രാൻഡുകൾ, മാർസിൻ്റെ ബ്രാൻഡഡ് അവർ ഓൺ ബ്രാൻഡ് ഷർട്ടുകൾ നമ്മൾ നമ്മളെ ഇന്ത്യയിൽ നിന്നും ഫാക്ടറിയിൽ നിന്നും പ്രൊഡക്റ്റ് ചെയ്തിട്ട് ഇവിടെ വരുത്തിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാൻഡഡ് ഷർട്ടുകൾ, റാംഗ്ലർ, പീറ്റർ ഇംഗ്ലണ്ട്, ലൂയിസ് ഫിലിപ്പ്, അതുപോലെ അലൻസോളി, തപ്പോളി, എല്ലാ ബ്രാൻഡ് സാധനങ്ങളും നമ്മളിവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. അതിലുപരി അതിൽ ഡിസ്കൗണ്ട് ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. ഇത് പ്രമാണിച്ച് സ്പെഷ്യലായിട്ട് നമ്മൾ ഇന്ത്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത ഐറ്റംസാണ് ഷർട്ടിങ്സ്. ഇത് നമ്മൾ കസ്റ്റമർക്ക് ഇവിടുന്ന് തന്നെ തയ്ച്ചു കൊടുക്കുന്നതാണ്. സ്റ്റിച്ചിങ് പ്രത്യേകം സ്പെഷ്യലായിട്ട് നമ്മൾ പെട്ടെന്ന് വിത്തിൻ 3 days നമ്മൾ തയ്ച്ചു കൊടുക്കുന്നതാണ്. ഈ പാൻറ്റുകൾ നമ്മളെ റംസാൻ സ്പെഷ്യൽ കളക്ഷൻസുകളാണ്. പുതുതായി ഇന്ത്യയിൽ നിന്നും തായ്ലൻഡിൽ നിന്നും ഇമ്പോർട്ട് ചെയ്ത സ്പെഷ്യൽ കളക്ഷൻസാണ്. ലിനൻ ക്ലോത്ത്സ് ഇതൊക്കെ. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് എടുക്കുന്ന പാൻറ്റുകൾ നമ്മൾ ആൾട്ടർ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. കസ്റ്റമേഴ്സിൻ്റെ എൻക്വയറി അനുസരിച്ചിട്ട് ആൾട്ടർ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ഞാനിപ്പോൾ നിൽക്കുന്നത് ദോഹയിൽ ഏറ്റവും ആദ്യമായിട്ട് തുടങ്ങിയ ഒരു എക്സ്ക്ലൂസീവ് ഫാഷൻ ബുട്ടീക്കിലാണ്. പേരെന്താണെന്നായിരിക്കും ചിന്തിക്കുന്നത് അല്ലേ? ഞാനിപ്പോൾ ബിൻ മെഹ്മൂദിലുള്ള താൽ ബുട്ടീക്കിലാണ്.
ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു മെറ്റീരിയൽ കൊണ്ടുവരികയാണെങ്കിൽ അല്ലെങ്കിൽ ഇവിടുന്ന് എടുക്കുകയാണെങ്കിൽ ഇവർ പ്രത്യേകിച്ച് നമുക്ക് വേണ്ടി കസ്റ്റമൈസ് ചെയ്ത് തരും. ഇതിന് പുറമെ ഇവിടെ ഡിസൈനിങ്ങും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ കാണാൻ നമുക്ക് ഒരുപാട് ലേസൊക്കെ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ച് അവർ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തു തരും. പിന്നെ മറ്റൊരു പ്രത്യേകത ഞാനിവിടെ കണ്ടെന്താണെന്ന് വെച്ചാൽ ഇവിടെ ധാരാളം കളക്ഷൻസ് വന്നിട്ടുണ്ട്. ഇത് പ്രമാണിച്ച് ഓരോന്ന് നോക്കുമ്പോഴും ഒന്നിനൊന്ന് വ്യത്യസ്തമാണ്, ഒന്നിനൊന്ന് വളരെ മനോഹരവുമാണ്. അപ്പോൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഓണർ എല്ലാ പീസസും നേരിട്ട് പോയിട്ട് തിരഞ്ഞെടുക്കുന്നതാണെന്ന്, എന്ന് വെച്ചാൽ ഹാൻഡ് പിക്ഡ് ആണ്. അപ്പോൾ അതിൻ്റെ ഗുണം ഇവിടെ കാണാനും ഉണ്ട്. എന്തായാലും നമുക്കിതിൻ്റെ ഓണറെ ഒന്ന് പരിചയപ്പെടാം. മിസ്സസ് ജോസി മാത്യൂസ് ആണ് താൽ ബുട്ടീക്ക് നടത്തുന്നത്. നമുക്ക് ആദ്യം തന്നെ അവരെ പരിചയപ്പെടാം. വെൽക്കം. ഹായ്. എങ്ങനെ പോകുന്നു? ഇപ്പോൾ പെരുന്നാളാണല്ലോ, അപ്പോൾ പുതിയ കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്, എനിക്ക് കാണാം. എങ്ങനെ പോകുന്നു? ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു? വളരെ നന്നായിട്ട് പോകുന്നുണ്ട്. പുതിയതായിട്ട് വന്നിരിക്കുന്ന കളക്ഷൻസ് ആണ് ഇതൊക്കെയാണ് പാർട്ടി വെയർസ്. അത് കുറച്ച് ഡിസൈനർ വെയർസ് ഉണ്ട് ആൻഡ് കുറച്ച് കളർഫുൾ ആയിട്ടുള്ള, ഇപ്പോഴത്തെ എല്ലാം റണ്ണിങ് എന്ന് പറഞ്ഞാൽ കളർഫുള്ളാണ്. നിയോൺ കളേഴ്സ് എന്ന് പറയും. അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഉണ്ട് പാർട്ടി വേഴ്സിൽ തന്നെ. പിന്നെ സാരീസ് വന്നിട്ടുണ്ട്. അത് ഡിസൈനർ വേഴ്സ് സാരീസാണ്. കരിഷ്മ കപൂറിൻ്റെ ആണ് ഇത്. റീസെൻ്റ്ലി എടുത്ത ഫോട്ടോഷൂട്ടിലുള്ളതാണ്. ആൻഡ് ഇപ്പോഴത്തെ സമ്മർ കളേഴ്സ് ലൈക്ക് നിയോൺ കളർ മിക്സ് വിത്ത് ബനാറസി ജോർജറ്റ്. പിന്നെ അതിൽ ബോർഡേഴ്സ്. ഇതിനാണോ വിദ്യാബാലൻ സ്റ്റൈൽ എന്നൊക്കെ പറയുന്നത്? ഇത് തന്നെ വിദ്യാബാലൻ സ്റ്റൈൽ സാരി എന്നാണ് ഇതിന്. ഇപ്പോൾ എല്ലാവർക്കും ഇതറിയാം. ഇങ്ങനെ രണ്ട് മെറ്റീരിയൽ മിക്സ് ചെയ്ത് വിത്ത് ബോർഡർ ആൻഡ് വിദ്യാബാലൻ്റെ ഒരു പർട്ടിക്കുലർ സ്റ്റൈലാണ് ഇത്. ഇവിടെ സാരീസ് അല്ലാതെ വേറെ എന്തൊക്കെയാണ്? സാരീസ് അല്ലാതെ കുർത്തീസ് ഉണ്ട്. കുർത്തീസിൽ തന്നെ പല സ്റ്റൈലുണ്ട്. ഇപ്പോഴത്തെ സ്റ്റൈൽ എന്ന് പറയുന്നത് ഈ ആങ്കിൾ ലെങ്ത്തിലുള്ള കുർത്തീസാണ്. എന്നാൽ ഷോർട്ട് ടൈപ്പ് കുർത്തീസും ഉണ്ട്. ആങ്കിൾ ലെങ്ത്തിലുള്ളത് കോട്ടണിലും വരും, ജോർജറ്റിലും വരുന്നുണ്ട്. ഇതെല്ലാം റെഡിമെയ്ഡ് സൽവാർ കമ്മീസാണ്. അതിന് പറയുന്ന അനാർക്കലീസ് എന്നാണ് പറയുന്നത്. അത് കോട്ടണിലും ഉണ്ട്, ജോർജറ്റിലും ഉണ്ട്. ഇതൊരു പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാം. അത് നല്ല ഹെവി പീസ്, നല്ല കോട്ടണിൽ തന്നെ റിച്ച് നല്ല ഹെവി ആയിട്ടുള്ള ഉണ്ട്, ജോർജറ്റിലും ഉണ്ട്. നല്ല ഷോളും കുറച്ച് ഹെവി ആയിട്ടുള്ളതുണ്ട്. ഇവിടെ കൂടുതലും പാർട്ടി വെയർ ആണോ കളക്ഷൻസ്? അല്ല, എല്ലാ റേഞ്ചിലും ഉള്ളതുണ്ട്. പാർട്ടി വെയർസ് ഉണ്ട്, ദെൻ കാഷ്വൽസ് ഉണ്ട്, സെമി ഫോർമൽസ് ഉണ്ട്, എല്ലാ റേഞ്ചിലും ഉള്ളതുണ്ട്. ഷിഫ അൽ ജസീറ മെഡിക്കൽ ഗ്രൂപ്പിന്റെ ജിദ്ദയിലെ ആദ്യ സൂപ്പർ സ്പെഷ്യാലിറ്റി പോളിക്ലിനിക് ബദർ അൽ തമാം പോളിക്ലിനിക്. ബദർ അൽ തമാം പോളിക്ലിനിക്, ഷറഫിയ, ജിദ്ദ. ആരോഗ്യകാര്യം വരുമ്പോൾ നമുക്ക് ഏറ്റവും നല്ലത് തന്നെ വേണം. നല്ല ഡോക്ടർ, മെഡിക്കൽ സെന്റർ, നല്ല മെഡിസിൻ. ആതുര സേവനത്തിൽ വർഷങ്ങളായി അറബ് ലോകത്തിന്റെ വിശ്വാസം പിടിച്ചുപറ്റിയ ഖത്തറിലെ നസീം അൽ റബീഹ് മെഡിക്കൽ സെന്റർ നിങ്ങൾക്കായി തുറന്നു പ്രവർത്തിക്കുന്നു. നസീം അൽ റബീഹ് മെഡിക്കൽ സെന്റർ, ബിർള സ്കൂളിന് എതിർവശം, ദോഹ, ഖത്തർ. വിദൂരമാമെങ്കിലും നെഞ്ചാരെത്തിടും കാതര സ്നേഹമോടെ. പുഷ്പിതവല്ലി മലരുകളാകവെ തേൻ ചൂടി നിന്നെ തേടുകയാ. അൽസമാൻ എക്സ്ചേഞ്ച്, ദോഹ, ഖത്തർ. കാലത്തിനും ജനങ്ങൾക്കുമൊപ്പം. ജിദ്ദയിലെ ഷിഫ ജിദ്ദ പോളിക്ലിനിക് ആണെങ്കിൽ പ്രസവം നല്ല, ഇനി ഒരാരോഗ്യ പ്രശ്നങ്ങൾക്കും പേടി വേണ്ട. ഈ വിശ്വാസം ഞങ്ങൾ കാക്കുന്നു സുരക്ഷയോടെ. ഷിഫ ജിദ്ദ പോളിക്ലിനിക്, ഷറഫിയ, ജിദ്ദ. ഫോൺ 6533-636, ഫാക്സ് 651288. നോമ്പ് തുറക്കുമ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ടോ? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഓരോ സ്ഥലത്തും ഓരോ രീതികളാണ്. ഇപ്പോൾ സാധാരണ നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരു കാരക്കപ്പഴം ഉണ്ടാവും, പിന്നെ നാരങ്ങ വെള്ളം ഉണ്ടാവും, പിന്നെ പലതരത്തിലുള്ള ഫ്രൂട്ട്സുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇനി ഒരു സ്പെഷ്യൽ വിഭവമായി ഒരു കുക്കറി ഷോ. ഷെറു റംദാൻ കുക്കറി ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ദോഹ കട്ടാരയിലുള്ള സാഫ്രോൺ ലോഞ്ച് റെസ്റ്റോറൻറ്റിലാണ്. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ടൈം ഔട്ട് അവാർഡ് 3 കൊല്ലം അടുപ്പിച്ച്, അതായത് 2011, 12, 13 3 കൊല്ലം അടുപ്പിച്ച് ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് സാഫ്രോൺ ലോഞ്ചിൻ്റെ സ്പെഷ്യൽ വിഭവം എന്താണെന്ന് നമുക്ക് കാണാം. നമുക്ക് ഇവിടുത്തെ ഷെഫിനെ പരിചയപ്പെടാം. അദ്ദേഹത്തിൻ്റെ പേര് ഗ്ലാഡ്വിൻ എന്നാണ്. ഹലോ, വെൽക്കം. എത്ര നാളായി ഇവിടെ ആയിട്ട്? ഞാനിവിടെ 3 വർഷമായി. 3 years ആയി. 3 years ആയി. ഓക്കെ, 3 years ആയിട്ട് ദോഹയിൽ ഷെഫിൻ്റെ കൂടെ ഞാൻ
ഒരു 7 വർഷമായിട്ട് ഷെഫിനോട് വർക്ക് ചെയ്യാണ്. ഷെഫ് ഷെഫ് ഒരു മിഷ്ലിൻ സ്റ്റാർ ഷെഫാണ്. വേൾഡിൽ തന്നെ വളരെ അറിയപ്പെടുന്ന ഒരു ഷെഫാണ്. പുള്ളിക്കാരന് രണ്ട് പ്രാവശ്യമായിട്ട് മിഷ്ലിൻ സ്റ്റാർ അവാർഡ് കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇന്ന് എന്ത് ഡിഷാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ഇന്ന് ഷെഫിൻ്റെ ഒരു സ്പെഷ്യൽ ഒരു ഡിഷാണ് ദില്ലി ടിക്കി ചാട്ട്. നമുക്കപ്പോൾ ആദ്യം ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് കാണാം. ഇത് 2 ടൈപ്പ് ഐറ്റമാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കുന്നത്. ആദ്യം ചോളയും മസാല, വെള്ളക്കടലയുടെ മസാലയാണ്. ഒരു തിക്കായിട്ടുള്ള ഒരു മസാലയാണ്. അതിൻ്റെ ബേസ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മളൊരു വെജിറ്റബിളിൻ്റെ പാറ്റീസ് ഉണ്ടാക്കും. ഒരു വെജിറ്റബിൾ കട്ട്ലറ്റ് എന്ന് നമ്മൾ നാട്ടിൽ പറയും. കട്ട്ലറ്റ് പോലെ അത് ഉണ്ടാക്കിയിട്ട് അത് ഞങ്ങൾ കോട്ട് ചെയ്യും. ജസ്റ്റ് വാട്ടറും മൈദയും മാത്രമേ ഉള്ളൂ. വൈറ്റ് ഫ്ലോർ അത് മിക്സ് ചെയ്ത ഒരു തിക്ക് ബാറ്റർ, അതിലാണ് നമ്മൾ വെജിറ്റബിൾ മിക്സർ പാറ്റീസ് ഉണ്ടാക്കിയിട്ട് അത് കട്ട്ലറ്റ് പോലെ ഉണ്ടാക്കിയിട്ട് അത് ഡിപ്പ് ചെയ്തിട്ട് സ്കിന്ന് കളഞ്ഞിട്ടുള്ള ബദാം അതിൻ്റെ സ്ലൈസാണ്, അതിൽ നമ്മൾ കോട്ട് ചെയ്തിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. ഫ്രൈ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ 3 ടൈപ്പ് ചട്നി. ഇത് ഒരു മിൻറ്റ് ചട്നിയാണ്, ഇത് ടാമറിൻ ചട്നി, സ്വീറ്റ് യോഗോട്ടാണ്. ടിക്കി ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണോ ഇത് മുഴുവനും? ഇല്ല, ഇത് ടിക്കി ഉണ്ടാക്കാനായിട്ട് ഈ മിക്സ് വെജിറ്റബിൾസാണ് യൂസ് ചെയ്യുന്നത്. അത് ചോപ്പ് ചെയ്ത ക്യാരറ്റ്, ബീൻസ്, ബേബി കോൺ ഇവിടെ നമുക്ക് കിട്ടും. ഇത് പൊട്ടാറ്റോസ്, മാഷ് പൊട്ടാറ്റോസ്, ഇത്രയാണ് മെയിൻ ഇൻഗ്രീഡിയൻസ്. പിന്നെ അതിൽ നമ്മൾ തടുക്ക യൂസ് ചെയ്യുന്നത് ജീരകമാണ്. ജീരകം ചൂട് ഓയിലിൽ ജീരകം ഇട്ടിട്ട് കുറച്ച് ചോപ്പ് ചെയ്ത ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇത് 3 കഴിഞ്ഞിട്ട് ഇതിൽ ഓണിയൻ വരില്ല. ഈ വെജിറ്റബിൾ സോട്ട് ചെയ്യും. ഇത് റോ വെജിറ്റബിൾ ആയതുകൊണ്ട് നമ്മൾ ആദ്യം ഇത് സോട്ട് ചെയ്യും. സോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അവസാനം ലാസ്റ്റ് ഇത് ഗ്രീൻ പീസ് ഓൾറെഡി ബോയിൽ ചെയ്തിട്ട് ക്രഷ് ചെയ്ത ഗ്രീൻ പീസാണ്. അപ്പം അതുകൊണ്ട് ഇതിൽ ശരിക്കും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. എക്സാക്ട്ലി, അത് രണ്ടും. ചോളയും എന്താണ്? ചോള അതർ പാർട്ടാണ്. ഇതിന്റെ ടിക്കറ്റ് കാരണം ഇപ്പോൾ പറയുന്നത്. ഓക്കെ, ആദ്യം കുറച്ച് ഓയിൽ ഇടും. ഓയിൽ ജസ്റ്റ് ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് ജീരകം, അതിലേക്ക് നമുക്ക് കുറച്ച് ചോപ്പ് ചെയ്തിട്ടുള്ള ജിഞ്ചർ, കുറച്ച് വെളുത്തുള്ളി, ഗാർലിക് ചോപ്പ്, വെളുത്തുള്ളി 1 സ്പൂണാന്ന് തോന്നുന്നു. 1 സ്പൂൺ. ഗ്രീൻ ചില്ലി നമുക്ക് ആവശ്യത്തിനോടെ. ഇപ്പോൾ എരിവ് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ യു ക്യാൻ ആഡ് മോർ ഗ്രീൻ ചില്ലി. ജസ്റ്റ് ഒരു ലൈറ്റ് ബ്രൗൺ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് വെജിറ്റബിൾ ഇതിലേക്ക് ആഡ് ചെയ്യാം. ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കോൺ, ബേബി കോൺ, ചോപ്പ് ചെയ്ത ബീൻസ്, ചോപ്പ് ചെയ്ത ക്യാരറ്റ്, ഹാർഡായിട്ടുള്ള ഏത് വെജിറ്റബിളും നമുക്ക് ഇതിലേക്ക് യൂസ് ചെയ്യാവുന്ന. അതിലേക്ക് കുറച്ച് സോൾട്ട് ആഡ് ചെയ്യാം. വളരെ ചെറുതായിട്ട് അരിഞ്ഞുകൊണ്ട് എനിക്ക് തോന്നുന്നു ഷെഫ് വെള്ളം ഒഴിക്കാതെ തന്നെ അത് വെന്തുവരും. നമുക്ക് ഇതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, കാരണം ചെറുതായിട്ട് അരിഞ്ഞു. കൊറിയാണ്ടർ പൗഡർ, പൊടികൾ ഓരോന്നായിട്ട് മല്ലിപ്പൊടി. ഇതിലേക്ക് നമ്മൾ മല്ലിപ്പൊടിയും കുറച്ച് ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ മതി. 1/2 ടീസ്പൂൺ ഗരം മസാല. പിന്നെ ഇതിലേക്ക് റോസ്റ്റ് ചെയ്ത ക്യുമിൻ പൗഡർ, നല്ല മണം വരുന്നുണ്ട്. എന്തായാലും എല്ലാം കൂടെ കലർന്ന് കുറച്ച് ടർമറിക് പൗഡർ ഇടാം. ബോയിൽ ചെയ്ത് ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന ഗ്രീൻ പീസ് ഇടാം. ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് ടോസ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ, ബോയിൽ ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പൊട്ടാറ്റോ ആണ്. വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങാണ്, അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് അത് ഇതായിക്കോട്ടെ. നമുക്കിതിലേക്ക് ബോളിലേക്ക് മാറ്റാം. അതിലേക്ക് ലേശം കോൺഫ്ലോർ ഞാൻ ആഡ് ചെയ്യണം, കാരണം ലേശം കോൺഫ്ലോർ ഇങ്ങനെ ഉറച്ചു അതിൻ്റെ ബൈൻഡിങ് അത് നമ്മൾ ഫ്രയറിൽ ഇടുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ പൊട്ടിപ്പോകാൻ ചാൻസ് ആണ്. ഫ്രഷ് കൊറിയാണ്ടർ എപ്പോഴും നമ്മളത് ഒരിക്കലും വേവിക്കരുത്. നല്ലോണം നമ്മൊന്ന് റബ്ബ് ചെയ്യണം. അപ്പം ഈവൻലി മിക്സ്ചർ നല്ല ഈവനായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് നല്ലൊരു ഷേപ്പിൽ കട്ട്ലറ്റ്, അതായത് പാറ്റീസ് നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റും. അത് ഏത് വലുപ്പത്തിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. റൗണ്ട് ഷേപ്പിൽ തിക്കായിട്ടുള്ളൊരു ബാറ്ററാണ്.
മൈദയും വെള്ളവും കൂടി ഇട്ടിട്ടുള്ള ഒരു ബാറ്ററാണ്. എന്നിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ അതിന് ആളുകൾ ചെയ്യുന്നത് ഈ കൈ കൊണ്ട് തന്നെ സാധാരണ ഇതിട്ട് തന്നെ മിക്സ് ചെയ്യും. അതിപ്പോൾ അതിൻ്റെ പ്രത്യേകം വെച്ചാൽ അത് ഈവണായിട്ട് നമ്മൾ കോട്ടാവില്ല. അപ്പോൾ അടുത്ത കൈ ഉപയോഗിച്ചിട്ട് അതിനെ കോട്ട് ചെയ്യുക. ഇതാണ് പാറ്റീസ്. നമ്മുടെ പാറ്റീസ് റെഡിയാണ്. ഇനി എണ്ണയിലിട്ടൊന്ന് ഫ്രൈ അതെ. അപ്പോൾ ഓയിൽ ഇടുന്നു. ചൂടായിട്ടുള്ള എണ്ണയിൽ നമ്മൾ ഇടുകയാണ് ഫ്രൈ ചെയ്യാനായിട്ട്. പരുവത്തിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ടിക്ക നമ്മൾ റെഡി ആക്കിയല്ലോ. ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ചോല മസാല ഉണ്ടാക്കാം. വെള്ളക്കടലയുടെ മസാല. അതിന് വേണ്ടുന്നത് 2 പട്ട. എണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് പട്ടയാണ് ആദ്യം ഇട്ടത്. കുറച്ച് ജീരകം, പെരുംജീരകം, ഒരു ബേ ലീവ്സ്, അത് പട്ടയുടെ ഇലയാണ്. കുറച്ച് ജീരകം, 2-3 ഏലക്ക. അതിലേക്ക് നമുക്ക് ചോപ്പ് ചെയ്തിട്ടുള്ള ഇഞ്ചി, ചോപ്പ് ഗാർലിക്, ഗ്രീൻ ചില്ലി, ഓക്കെ, ചോപ്പ് ഓണിയൻ കുറച്ചിടാം. ശേഷം ഉപ്പിടാം. ഇതൊരു ലൈറ്റ് പിങ്ക് കളർ ആവുന്നവരെ നമ്മൾ ഓണിയൻ സോട്ട് ചെയ്യണം. എന്നിട്ടാണ് നമുക്ക് പൗഡർ സ്പൈസസ് ഇടേണ്ടത്. കുറച്ച് കൊറിയാണ്ടർ പൗഡർ, മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് ടൂമറിക് പൗഡർ, കുറച്ച് ക്യുമിൻ പൗഡർ, കുറച്ച് ഗരം മസാല കുറച്ച് കഴിഞ്ഞിട്ട് ഇടാം. നമുക്കിതിലേക്ക് ഇനി കുറച്ച് ചോപ്പ് ചെയ്ത ടൊമാറ്റോ ഇടാം. ചോപ്പ് ചെയ്ത ടൊമാറ്റോ, ഇതിലേക്ക് 1 ടീസ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് ഇടാം. കുറച്ച് ആഡ് ചെയ്യാം വെള്ളം, ടൊമാറ്റോ ഒന്ന് കുക്ക് ചെയ്യാനായിട്ട്. ഇത് ബോയിൽ ചെയ്ത ചോലയാണ്. വെന്ത ചോലയാണെങ്കിലും കുറച്ചുകൂടെ വെള്ളം ഒഴിക്കണം. അതെ, നമുക്ക് അതിൻ്റെ മസാല ഒന്ന് ഇതിലേക്ക് അബ്സോർബ് ചെയ്യാനും കാര്യങ്ങളും. ജസ്റ്റ് ഇതൊന്ന് മാഷ് ചെയ്യുക. കാരണം നമ്മളത് ഇതൊരു ബെഡ് ഓഫ് ഈ മസാല നമുക്ക് അതിൻ്റെ ടിക്കിയുടെ ബേസാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ കുറച്ച് ടിക്കി നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അതിന് നമുക്ക് അതിനൊന്ന് മാഷ് ചെയ്യേണ്ടി വരും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ക്രീം ആഡ് ചെയ്യാം. കുറച്ച് ടാമറിൻ ചട്നി, ഇതിലേക്ക് കുറച്ച് സോൾട്ടഡ് ബട്ടർ. സോ യു ക്യാൻ ഫീൽ ഇറ്റ്. ഒരു ഗ്ലേസ് വരും ചെയ്യല്. ചോല മസാല റെഡിയാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കൊറിയാണ്ടർ സ്റ്റെം, അതായത് മല്ലിയുടെ തണ്ട് മാത്രം, ഇലയില്ലാണ്ട് എടുത്തിട്ട്, പിന്നെ ഈ ഓണിയനും സെയിം അതുപോലെ തന്നെ നമുക്കൊരു ക്രഞ്ചിനെസ് തരും. വി ഗോ ഫോർ ദ പ്ലേറ്റിംഗ്. ഇപ്പോൾ സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റുകയാണല്ലേ നമ്മൾ? അതെ. ഇതിലേക്ക് കുറച്ച് സേവ് ഡെക്കറേറ്റ് ചെയ്യാനായിട്ടിടാം. ഇതാണ് ഞങ്ങളുടെ ഷെഫ് സ്പെഷ്യൽ ദില്ലി ടിക്കി ചാ. Summer sensation. Sale up to 50% off on garments. Hurry! Incredible sale. Offer valid 9th August. Mars, the Royal Department Store, Shafi Road, New Rayan. Grand Hypermarket Khartiyat. Al Rawabi Food Center, Al Rayan and Al Wakra. A part of Al Rawabi Group of Companies, Doha, Qatar. എത്ര വിദൂരമാമെങ്കിലും നെഞ്ചാരെ എത്തിടും കാതര സ്നേഹമോടെ
കൽപ്പിതവല്ലി മലരുകളാകവെ തേൻ ചൂടി നിന്നെ തേടുകയാ. അൽസമാൻ എക്സ്ചേഞ്ച് ദോഹ ഖത്തർ. കാലത്തിന് ജനങ്ങൾക്കുമൊപ്പം. പുണ്യങ്ങൾ പൂക്കുന്ന ഈ അനുഗ്രഹീത മാസത്തിൽ വധശുദ്ധിയോടെ ആത്മശുദ്ധിയോടെ ലോകജനതയുടെ സമാധാനത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ റിപ്പോർട്ടർ TV പ്രേക്ഷകർക്കും റമദാൻ ആശംസകൾ. സഫർ, നോമ്പ് തുടങ്ങിയപ്പോൾ തൊട്ടിട്ട് എനിക്ക് എല്ലാ ദിവസവും തന്നെ ഇഫ്താർ സംഗമത്തിനുള്ള ക്ഷണം എല്ലാ ദിവസവും തന്നെ കിട്ടാറുണ്ട്. ഒരു കാരക്ക കൊണ്ടെങ്കിലും നോമ്പ് തുറപ്പിക്കൽ വളരെ പുണ്യമായിട്ടുള്ള കാര്യമാണെന്നാണ് റസൂല് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് വിശ്വാസികളെല്ലാം ഓരോ ഇഫ്താർ സംഗമങ്ങൾ ഇവിടെ സംഘടിപ്പിക്കുന്നത്. എന്നാൽ സഫർ, നമുക്കിനി ദോഹയിലെ വിവിധ ഭാഗങ്ങളിൽ വെച്ച് നടന്ന ഇഫ്താർ സംഗമങ്ങൾ കണ്ടിട്ട് തിരിച്ചു വരാം. റീച്ച് ഔട്ട് ഏഷ്യ എന്ന സന്നദ്ധ സംഘടന സംഘടിപ്പിച്ച ഇഫ്താറിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഖത്തറിൽ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സംഘടനയാണിത്. ഖത്തറിലെ വിദ്യാഭ്യാസ രംഗത്താണ് റീച്ച് ഔട്ട് ഏഷ്യ എന്ന റോട്ട പ്രധാനമായും സാന്നിധ്യമറിയിച്ചിട്ടുള്ളത്. കാരുണ്യത്തിൻ്റെ സംസ്കാരം വളർത്തുന്നതിന് ഈ സംഘടന വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. ഈ ഇഫ്താർ വിരുന്നിലൂടെയും റോട്ട ആഗ്രഹിക്കുന്നത് പാവപ്പെട്ടവൻ്റെ കണ്ണീരൊപ്പാനുള്ള കാരുണ്യത്തിൻ്റെ കൈത്താങ്ങുകളാണ്. ഷെറു റംദാൻ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. പെരുന്നാൾ ദിനത്തിൽ ഒരു സ്പെഷ്യൽ എപ്പിസോഡുമായി വീണ്ടും കാണാം. എല്ലാവർക്കും റംദാൻ കരീം. പെരുന്നാൾ ദിനത്തിൽ ഇന്ത്യൻ സമയം 3:30 പെരുന്നാൾ കമർ എന്ന പ്രോഗ്രാമിലൂടെ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.